കേരളത്തിൽ മാത്രം ഒരു ദിവസം എത്ര കൊലപാതകങ്ങളാണെന്ന് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കൊല്ലം ചിതറയിലേക്കാണ് അവിടെ യുവാവിനെ കുത്തിക്കൊന്നു. ചിതറ സ്വദേശി സുജിനാണ് കൊല്ലപ്പെട്ടത്. മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട 5 പേർ പിടിയിലായിട്ടുണ്ട്. ഇതിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട്. കാരവക്കുന്നിന് സമീപം ഇന്നലെ രാത്രി 11 മണിയോടെ നടന്ന ക്രൂര കൊലപാതകം. സുജിനൊപ്പം ഉണ്ടായിരുന്ന അനന്തുവിനും കുത്തേറ്റു. രണ്ടുപേരെയും ആദ്യം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വയറിന് കുത്തേറ്റ സുജിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നാലെ തുമ്പമൺതൊടി സ്വദേശികളായ വിവേക, സൂര്യജിത്ത്, ലാലു എന്നറിയപ്പെടുന്ന ബിജു, മഹി, വിജയ് എന്നിവർ പിടിയിലായി. പെട്ടെന്ന് വന്നിട്ട് കത്തിയെടുക്കുകയും നമ്മളെ കുത്താൻ ശ്രമിക്കുകയും ചെയ്ത് അത് ചോദിച്ച ഉടനെ എന്റെ ബാക്കിൽ കൂടെ എന്റെ തലയുടെ ബാക്കിൽ കുത്തി ആദ്യം. എന്നിട്ട് വേറൊരുത്തൻ ഇവിടെ അടിച്ച് എന്നെ തറയിലിട്ടതും തൊട്ടുപിറകെ സുജിന കുത്തുകയും ചെയ്ത് അവനെ അടിക്കുകയും ചെയ്ത്. കുത്തിയത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഇരുട്ടായതുകൊണ്ട് ഇവന്മാരിൽ കത്തിയുണ്ടോ എന്തുണ്ടോന്ന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇത്തിരി വിഷയമുള്ള പയ്യന്മാരാണ്. കഞ്ചാവ് അതൊക്കെ ഉപയോഗിച്ച് ഇവന്മാരെന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. നാട്ടുകാർ മൊത്തത്തിൽ വിഷയമായിട്ട് നടക്കുന്നതാണ്. രാത്രി 10:30 പ്രതികളിൽ 2 പേർ സുജിനും അനന്തവുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. തുടർന്ന് ഇരുകൂട്ടരും പിരിഞ്ഞുപോയതാണ്. തുമ്പമൺതൊടിയിൽ സുഹൃത്തുക്കളുമായി ക്യാരംസ് കളിച്ച ശേഷം ബൈക്കിൽ സുജിനും അനന്തവും കൂടി വീട്ടിലേക്ക് പോയി. വഴിയിൽ പതുങ്ങിയിരുന്ന 5 അംഗ സംഘം 2 പേരെയും കുത്തിവീഴ്ത്തി. സുജിന്റെ വയറ്റിൽ ആഴത്തിൽ കുത്തേറ്റു. തടയാൻ ശ്രമിച്ച അനന്തുവിന്റെ മുതുകിൽ അക്രമികൾ കുത്തി. സൂര്യജിത്താണ് സുജിനെ കുത്തിയത്. 2ാം പ്രതി ലാലുവാണ് അനന്തുവിനെ കുത്തിയത്. പ്രതികളെല്ലാവരും ബന്ധുക്കളാണ്. പ്രതികളുടെ പരസ്യ മദ്യപാനം സുജിൻ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണം. ക്ഷേത്രോത്സവത്തിൽ പ്രതികൾ പ്രശ്നമുണ്ടാക്കിയത് സുജിനും അനന്തവും ചോദ്യം ചെയ്തിരുന്നു. ഇതും വൈരാഗ്യം വർദ്ധിപ്പിച്ചു. കഞ്ചാവ് ലോബി വലിയ ശല്യമായിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന തലമുറ എല്ലാം ഇപ്പോൾ ഒരു മധ്യസ്ഥ വിടാനോ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാനോ ഒക്കാത്ത അവസ്ഥ നാട്ടിൽ വന്നിരിക്കുന്ന സാഹചര്യമാണ്. കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവം നടന്ന സ്ഥലത്തിനടുത്തുനിന്ന് ചെറിയ പൊതി കഞ്ചാവും കണ്ടെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.